നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ആളാണ് നടൻ ജയസൂര്യ. തനിക്കെതിരെയുള്ള വാർത്തകൾ തെറ്റാണെന്നും ഇത്തരം നുണപ്രചരണങ്ങൾ കണ്ട് താൻ അന്തം വിട്ടിരിക്കുകയാണെന്നും ജയസൂര്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നുണ പറഞ്ഞത് ജയസൂര്യയാണോ അതോ മാധ്യമങ്ങളാണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും ഈ വിഷയത്തിൽ, ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്, നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ, നടൻ ജയസൂര്യക്കെതിരെ, അതായത് ജയസൂര്യയുടെ 39 ലക്ഷത്തിൻ്റെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. സംഭവത്തിൽ നേരത്തെ നടൻ ജയസൂര്യയും ഭാര്യയും ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏകദേശം ഒരു മാസം മുൻപാണ് ജയസൂര്യക്കെതിരായിട്ടുള്ള ഈ വാർത്ത, അതായത് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ ജയസൂര്യയെ ED ചോദ്യം ചെയ്തെന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷം ജയസൂര്യ സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് നുണപ്രചരണമാണ്, തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ഈ നുണപ്രചരണം കണ്ട് താൻ അന്തം വിട്ടിരിക്കുക എന്നാണ്. പക്ഷേ എന്തായാലും ഇത് നുണയാണോ ഇല്ലയോ എന്നുള്ളത് ED തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ജയസൂര്യക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? അതില് ചെറിയൊരു തിരുത്തുണ്ട്. ജയസൂര്യ പറഞ്ഞത്, അതായത് 2 തവണ ജയസൂര്യ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. മൂന്നാമതായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED നോട്ടീസ് അയച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് വാർത്ത നൽകിയത്. അതിനെതിരെയായിരുന്നു ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ പറയുന്നത് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു നോട്ടീസ് തനിക്ക് കിട്ടിയില്ല എന്നാണ്. അതായത് 2 പ്രാവശ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ആ ചോദ്യം ചെയ്യലിനെ ജയസൂര്യ തള്ളിക്കളയുന്നില്ല. പക്ഷെ മൂന്നാമത് ചോദ്യം ചെയ്യാൻ വീണ്ടും നോട്ടീസ് അയച്ചു എന്ന കാര്യത്തെയായിരുന്നു ജയസൂര്യ തള്ളിക്കളഞ്ഞത്. അങ്ങനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നാണ് ജയസൂര്യയുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ED ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഇപ്പോൾ ED താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. 180 ദിവസത്തേക്കാണ് ഈ ഒരു നടപടി. അതിനെ തുടർന്ന് ഈ സ്വത്തുക്കൾ ക്രയവിക്രയം നടത്താനൊന്നും തന്നെ ജയസൂര്യക്ക് കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ജയസൂര്യ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ജയസൂര്യ നേരത്തെ പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു സമൻസ് ഒന്നും, മൂന്നാമതൊരു സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ല, അത് മാധ്യമങ്ങളുടെ മേലായിരുന്നു ആ പഴിയൊക്കെ ചാരിയത്, മാധ്യമങ്ങൾ എന്തോ നുണപ്രചരണം നടത്തുകയാണ്, അതല്ലാതെ തനിക്ക് വീണ്ടും വീണ്ടും നോട്ടീസുകളൊന്നും നൽകിയിട്ടില്ല, നവമി സൂചിപ്പിച്ചതുപോലെ. പക്ഷേ എന്തിനാണ് ജയസൂര്യ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? കാരണം തുടർച്ചയായി ജയസൂര്യക്ക് ED നോട്ടീസ് നൽകിയതാണ്. പക്ഷേ എന്തിനാണ് നമ്മൾ നൽകിയ വാർത്ത ജയസൂര്യ നിഷേധിച്ചെന്നൊരു ചോദ്യമുണ്ട്. കാരണം ജയസൂര്യ പറഞ്ഞത് താൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു, പണം വാങ്ങി പരസ്യത്തിൽ അഭിനയിച്ചു, അതിനപ്പുറം ഈ തട്ടിപ്പിൽ മറ്റ് പങ്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ നവമി, പിന്നെ എന്തുകൊണ്ടായിരിക്കാം ജയസൂര്യക്കെതിരെ ഇത്തരം ഒരു നടപടിയിലേക്ക്, അതായത് ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ED നീങ്ങിയത്? ഈ തട്ടിപ്പിൻ്റെ ഒരു വിഹിതം ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ED പറയുന്നത്. 1 കോടി രൂപയാണ് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് ഉടമയായിട്ടുള്ള തൃശൂർ സ്വദേശി സ്വാദിഖിന്റെ അക്കൗണ്ടിൽ നിന്നും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വന്നത്. അങ്ങനെ 1 കോടി രൂപ എത്തിയിട്ടുണ്ടെന്ന് ED കണ്ടെത്തി. EDയുടെ ചോദ്യം ചെയ്യൽ ജയസൂര്യ പറഞ്ഞത് താൻ ഈ പരസ്യത്തിന്റെ, അതായത് ഈ സേവ് ബോക്സ് ആപ്പിന്റെ പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചു, അതിന്റെ പരിപാടികളിൽ പങ്കെടുത്തു, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു, അതിനുവേണ്ടി തനിക്ക് തന്ന പൈസയാണ് ഈ 1 കോടി രൂപ എന്നായിരുന്നു ജയസൂര്യ പറഞ്ഞത്. പക്ഷെ EDയുടെ കണ്ടെത്തലിൽ ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിലൂടെ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിച്ച് കിട്ടിയ പണത്തിൽ നിന്നാണ് 1 കോടി രൂപ ജയസൂര്യ സ്വന്തമാക്കിയതെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ടുള്ള നടപടിയിലേക്ക് പോലും ED കടന്നിരിക്കുന്നത്. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള കാരണവും ഈ തട്ടിപ്പിലൂടെ ആളുകൾ സമ്പാദിച്ച, അതായത് ഇതിന്റെ ഉടമസ്ഥൻ സമ്പാദിച്ച തുകയിൽ നിന്നും ഒരു ഭാഗം ജയസൂര്യയ്ക്ക്
തുകയും ലഭിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇഡിയുടെ നടപടി. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം തട്ടിപ്പിലൂടെ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന് ഭാഗമാകുന്ന ഈ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് പോലും പലപ്പോഴും ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ നടത്തുന്ന പല ആപ്പുകളുമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി സിനിമാ താരങ്ങൾ അടക്കം വരുന്നത് സ്വാഭാവികമാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നടന്മാരും നടിമാരും ഒക്കെ ഇത്തരത്തിൽ ഈ ആപ്പുകളുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇതിന്റെ മറവിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സേവ് ബോക്സ് ആപ്പും ഉൾപ്പെടുന്നതും. അതിനെ തുടർന്ന് 2023 തൃശൂർ ഈസ്റ്റ് പോലീസ് ഇതിന്റെ തട്ടിപ്പ് ഈ സേവ് ബോക്സ് ആപ്പിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. ഈ ജയസൂര്യക്കെതിരെ മാത്രമാണോ നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്, അതോ ഈ കേസിലെ പ്രതികൾക്കെതിരെ ഈ ആപ്പിന്റെ ഉടമകൾക്കെതിരെ ഉൾപ്പെടെ ഇതേ രീതിയിലുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് ഇഡി കടന്നിട്ടുണ്ടോ? നവമി, ഇഡി കൂടുതൽ പേർക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നടൻ ജയസൂര്യക്കെതിരെയും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇഡി എത്തിയിരിക്കുന്നത്. എന്തായാലും നടനെ 39 ലക്ഷത്തിന്റെ സ്വത്താണ് ഇപ്പോൾ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഈ സ്വാദിഖിന്റെ അടക്കം ഈ സ്വത്ത് കണ്ട് കെട്ടുന്നതിനോ അല്ലെങ്കിൽ മരവിപ്പിക്കുക എന്ന നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇഡി എന്തായാലും ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായിട്ടുള്ള അന്വേഷണത്തിന്റെ പുറകിൽ തന്നെയാണ്. ഇനി ജയസൂര്യ അടുത്ത നടപടി എന്നോണം എന്ത് സ്വീകരിക്കുമെന്നാണ് നോക്കിക്കാണുന്നത്. ഇനി ഈ ഇഡിയുടെ ഈ നടപടിക്കെതിരെ അല്ലെങ്കിൽ ഈ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ അടക്കം സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജയസൂര്യ പറയുന്നത് ഇത് താങ്കളുടെ ബ്രാൻഡ് അംബാസിഡറായി മാത്രം, അതായത് താൻ ഈ പരസ്യത്തിൽ അഭിനയിച്ചു, ഇവരുടെ പ്രൊമോഷനിൽ പങ്കെടുത്തു, അതിന് തനിക്ക് തരേണ്ട ശമ്പളമായി മാത്രമാണ് ഇതിനെ കണക്കാക്കിയത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നില്ല താനെന്നാണ് ജയസൂര്യ ഇഡിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു വാദത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ ജയസൂര്യ കോടതിയെ സമീപിച്ച് ഈ സ്വത്ത് മരവിപ്പിച്ച നടപടി പിൻവലിക്കുക ഉള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തുടർ നടപടികളിലേക്ക് ജയസൂര്യ കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തോട് ജയസൂര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ നവമി? കാരണം മറ്റു പല ഈ സമീപകാലത്ത് ജയസൂര്യ പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ നിരവധി പരാതികൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അതിൽ ഗുരുതര സ്വഭാവമുള്ള ലൈംഗിക അതിക്രമ പരാതി ഉൾപ്പെടെ. പക്ഷേ പിന്നീട് ആ കേസുകളൊക്കെ അന്വേഷണം മുന്നോട്ട് പോയില്ല. തൽക്കാലത്തേക്ക് ജയസൂര്യ ആ കേസുകളിൽ നിന്നും ജയസൂര്യക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഈ തട്ടിപ്പ് കേസിലും ജയസൂര്യ ഉൾപ്പെടുന്നത്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ജയസൂര്യ ഇതുവരെയും പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ലഭിക്കുന്നില്ല. അദ്ദേഹം കൊച്ചിയിലില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറിൽ ജയസൂര്യയുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താനാണ് സാധ്യത. എന്തായാലും ഇഡി നിന്ന് തന്നെയാണ് ഈ ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ലഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഉത്തരവും ഇഡി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നടൻ ജയസൂര്യക്ക് എന്ത് പറയാനുണ്ട് എന്നത് ഉറ്റുനോക്കുകയാണ്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ സമീപകാലത്ത് സിനിമാ താരങ്ങൾക്കെതിരെ നിരവധി പരാതികൾ, അതിൽ ലൈംഗികാതിക്രമ പരാതിയുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ട്, അങ്ങനെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ
നമ്മുടെ പുതിയ ചെറുപ്പക്കാർ, പുതിയ തലമുറ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരെയൊക്കെ സ്വാധീനിക്കുന്ന വ്യക്തികളാണ് ഈ ചലച്ചിത്ര താരങ്ങളും സിനിമാ പ്രവർത്തകരുമൊക്കെ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊരു ജാഗ്രത കുറവ് ഉണ്ടാകുമ്പോൾ അതൊരു ദുർമാതൃകയാണ്. ജയസൂര്യ പോലുള്ളവർ കുറച്ചുകൂടെ, കാരണം ഒരു പ്രമുഖ നടനാണ്, കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ഇത്തരം കേസുകളിലൊക്കെ. മാത്രമല്ല അതിന് പിന്നാലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചില തട്ടിപ്പ് കേസുകളാണ്, സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ്. സിനിമാ സംവിധായകൻ ഷംസു സൈബയ്ക്കെതിരെയാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. നിർമ്മാതാക്കൾ നൽകിയ സാമ്പത്തിക തട്ടിപ്പിൽ ഷംസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിനിമയുടെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചെന്നും പരാതിയുണ്ട്. അഭിലാഷം സിനിമയുടെ സംവിധായകനാണ് ഷംസു സൈബ. തൃപ്പൂണിത്തുറ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഷൂട്ടിംഗ് സമയത്ത് നിർമ്മാതാവുമായി തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ പകപോക്കലാണ് അറസ്റ്റെന്ന് സംവിധായകൻ ആരോപിച്ചു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ അടുത്തിടെ ഈ സിനിമയിലെ സംവിധായകരും അതോടൊപ്പം നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അത് കേസിലേക്കും അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ഷംസു സൈബിക്കെതിരായിട്ടുള്ള പരാതി. ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണോ പരാതി ഉയർന്നത്? ഷംസു ആരോപിക്കുന്നത് പോലെ ഈ ഷൂട്ടിംഗ് സമയത്തെ തർക്കം, അതിൻ്റെ പകപോക്കലാണോ ഈ പരാതിക്കും അറസ്റ്റിനുമൊക്കെ പിന്നിൽ? ടോം, ഇതിലെ വാദപ്രതിവാദങ്ങൾ ഉയരുന്നു. ഒരാൾ പറയുന്നു അത് ഷൂട്ടിംഗ് സമയത്ത് തർക്കമുണ്ടായതിൻ്റെ പകപോക്കലാണെന്ന് പറയുന്നു. പക്ഷേ നിർമ്മാതാവ് പറയുന്നു അങ്ങനെയല്ല, ഹാർഡ് ഡിസ്ക് അടക്കം മോഷ്ടിച്ചു, അതോടൊപ്പം നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചു. ഇതെല്ലാമാണ് നിർമ്മാതാവായ അൻസരിക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതും പരാതി നൽകിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ പോലീസാണ് ഷംസുദ്ദീൻ എന്ന സംവിധായകനെ ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ അഭിലാഷൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇത് 3 കോടിയിൽ താഴെയാണ് ഇതിൻ്റെ ഒരു തുക ചിലവാകുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം വീണ്ടും പറഞ്ഞ കരാറിൽ പറഞ്ഞിരുന്നതിനും 1 കോടിയിലധികം രൂപയാണ് ചിലവ് വേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സമയത്ത് സിനിമയുടെ ജോലികൾ ഇതൊന്നും പൂർത്തീകരിച്ചിരുന്നില്ല. ആ രീതിയിൽ തന്നെ നഷ്ടം വർദ്ധിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭാഗത്തെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള പാളിച്ചകളുണ്ടായി. അങ്ങനെ ഈ നിർമ്മാതാക്കൾക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഈ സിനിമയുടെ ഭൂരിഭാഗവുമുള്ള ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിച്ചു എന്നതാണ് പരാതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ചെയ്യുന്നു. എന്നാൽ നിർമ്മാതാവ് പറയുന്നത് ഈ നിർമ്മാണ സമയത്ത് തന്നെ പല രീതിയിലുള്ള ഈ പരാതികളും തനിക്കെതിരെ അടക്കം ഉയർന്നിരുന്നു. തൻ്റെ ഈ യൂണിറ്റിലെ തന്നെ 6 പേർക്കെതിരെയാണ് ഇവർ ആ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ ഫെഫ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരാതികൾ സമർപ്പിച്ചിരുന്നു. ഫെഫ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി തങ്ങളും നൽകിയിരുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇതിൽ ആരുടെ ഭാഗമാണ് ശരിയെന്നത് പോലീസ് കൂടി നടത്തേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ സിനിമയിൽ ഉണ്ടായാൽ സ്വാഭാവികമായും അത് സിനിമാ സംഘടനകൾക്കാണ് പരാതി നൽകുന്നത്. ഇവിടെയും അങ്ങനെ ഉണ്ടായി. സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി ഒരു സമവായ ചർച്ചകളും ഒത്തുതീർപ്പും ഒക്കെ ഉണ്ടാകാറുള്ളതാണ്. ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് പോകാതിരുന്നത്? അതായത് സിനിമാ സംഘടനകൾ ഇടപെടാതിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടാത്തതുകൊണ്ടാണോ ഈ നിർമ്മാതാക്കൾ പോലീസിനെ സമീപിച്ചത്, പരാതിയുമായി പോലീസിന് മുൻപാകെ പോയത്? ആ രീതിയിൽ തന്നെയാണ്. കാരണം നിർമ്മാതാക്കളുടെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ട് മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നില്ല. ഇതിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ തർക്കം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇത് ക്രമസമാധാനം പ്രശ്നങ്ങൾ കൈകാര്യം പോലീസിലേക്കടക്കം ഈ പരാതി നൽകുകയും ചെയ്യുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നു. തങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടും ഒരാൾ ബോധപൂർവം ആ നഷ്ടം വരുത്തി തീർത്തതാണ്. അങ്ങനെ സംഭവിച്ചിട്ട് പോലും അതിൽ സിനിമാ രംഗത്തുള്ളവർ തങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് കണ്ടതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാൻ
ഇവർ തയ്യാറായതും അതിനുശേഷം ഇപ്പോൾ ഒരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആര്യനാട് മോഹനൻ തിരോധാനത്തിൽ കരകുളമാറ്റിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. 6 വർഷം മുൻപ് മോഹനനെ കാണാതായി എടുത്താണ് പരിശോധന നടത്തിയത്. ഒരാഴ്ച മുൻപ് കുഴിച്ചിട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്ഥലത്ത് പരിശോധന. 2020 മെയ് 8-നാണ് തിരുവനന്തപുരം കരകുളത്ത് നിന്നും ആര്യനാട് സ്വദേശി മോഹനനെ കാണാതാകുന്നത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മോഹനന്റെ കയ്യിൽ സംഭവ സമയത്ത് 50 പവൻ സ്വർണവും 62,000 രൂപയും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, മോഹനൻ തിരോധാനത്തിൽ കഴിഞ്ഞ 5.5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു തുമ്പുമില്ല. മോഹനനെ അപായപ്പെടുത്തിയതാണോ? ആരാണതിന് പിന്നിൽ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ആറ്റിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപ് സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇതെന്തെങ്കിലും സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം? എന്താണ് ഇന്നത്തെ പരിശോധനയിൽ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, 2020-ലാണ് ഈ ഒരു തിരോധാനം നടക്കുന്നത്. അതായത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രശ്നം, അതായത് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതായത് ഇയാളുടെ അളിയൻ്റെ അതായത് ഈ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നുമുള്ള പണയം വെച്ചിട്ടുള്ള വസ്തുക്കളും ഒപ്പം പണവും ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിനുശേഷം തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. അതിൽ യാതൊരുവിധ പുരോഗതിയുമില്ലാതെ ആയതോടുകൂടി കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു. അത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുകയടക്കം ചെയ്തത്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിലൊരു തുമ്പ് ലഭിച്ചില്ല എന്നാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വിഷയം. കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇയാളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പോലും, അല്ല എങ്കിൽ മറ്റു രീതിയിലുള്ള അപകടം നടന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയുകയായിരുന്നു. കാരണം അതോട് ചേർന്ന് തന്നെയാണ് തമിഴ്നാട് ബോർഡർ, ഈ സ്ഥലവുമായി ചേർന്ന് തന്നെയാണ് തമിഴ്നാട് അതിർത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമില്ല. അതിർത്തികളിൽ ആ സമയത്ത് കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പരിസരങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോൺ കോൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഫോൺ കോളുകളിലൊന്നും സംശയാസ്പദമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും ഇയാളുടെ അവസാനമായി കണ്ട ഒരു CCTV ദൃശ്യം മാത്രമാണ്. അതിൽ അദ്ദേഹം ഈ ഒരു സ്കൂട്ടർ ഓടിച്ച് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ അസ്വാഭാവികമായിട്ടുള്ള യാതൊരു ദൃശ്യങ്ങളും ലഭിച്ചില്ല. ഇതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് എല്ലാ വിധത്തിലും പ്രതിരോധത്തിലായത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ ഇന്ന് പരിശോധന നടത്തിയ ആറ്റിൽ നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്കൂട്ടർ, അതായത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറല്ല, മറ്റൊരു സ്കൂട്ടർ ഇവിടെ കുഴിച്ചിട്ട നിലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വല്ല തുമ്പും ഇവിടെ നിന്ന് ലഭിക്കുമോ എന്നൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഇവിടെ പരിശോധന നടത്തിയത്. JCB അടക്കം വന്നുകൊണ്ടാണ്, JCB യന്ത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തിയായിരുന്നു പരിശോധന നടത്തിയത്. പക്ഷേ കാര്യമായ തെളിവുകളോ തുമ്പുകളോ ഒന്നും ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധന, അതായത് മണ്ണ് മാറ്റിയിൽ നിന്നും കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ അടക്കം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഇതിൽ അപകടമാണെങ്കിലും തട്ടിക്കൊണ്ടു പോകലാണെങ്കിലും വാഹനം, അതായത് ഈ ഒരു വാഹനം അടക്കം കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ വളരെ കുറവുമാണ്. ആ സമയവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വാഹനം അടക്കം കാണാതായിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ തുമ്പില്ലാതെ നിൽക്കുന്ന ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു ലീഡ് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതീക്ഷ എന്ന തരത്തിൽ ഒരു സ്കൂട്ടറുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. എന്ത് തന്നെയായാലും ഇപ്പോൾ കാര്യമായ ഒരു പുരോഗതി ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 വർഷമായിട്ട് ഈ ഒരു ഫോൺ കോൾ, അതായത് ഈ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല. ഒരു പഴയ മോഡൽ ഫോണാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഹൻ ശത്രുക്കൾ ഉണ്ടായിരുന്നു, അതോ ഈ സ്വർണവും പണവും തട്ടിയെടുക്കാൻ വേണ്ടി അപായപ്പെടുത്തിയതാകുമോ? എന്താണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം? കാരണം ഇത്ര 5.5 വർഷമായും ഇതുവരെയും യാതൊരു സൂചനയും ലഭിക്കാത്തൊരു കേസ്. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ?
ടോം, ഈ കേസ് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അന്വേഷണ പുരോഗതി ഇല്ലാത്തതുകൊണ്ടായിരുന്നു പിന്നീട് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതിലും അതായത് പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം പിന്നീട് ആരോപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ അതായത് ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ പ്രത്യക്ഷത്തിൽ ശത്രുക്കളായിരുന്നു ഇല്ലായിരുന്നു എന്നാണ്. അതായത് ഈ അളിയന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഈ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടതും ഒപ്പം ബാങ്കിലേക്ക് അടക്കം പണവും ഒപ്പം സ്വർണ്ണങ്ങളും എത്തിക്കുന്നത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്രക്കിടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു സ്വർണ്ണ തട്ടിപ്പ് സംഘത്തിന്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ വിവരം ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഈ ഒരു കണ്ടെയ്നർ ലോറികളിൽ ഇദ്ദേഹത്തെയും വാഹനത്തെയും അടക്കം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ക്രൈംബ്രാഞ്ച് നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അതിലടക്കം തെളിവുകൾ ലഭിച്ചില്ല. കാരണം ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിർത്തികളിൽ കർശനമായ പരിശോധന ഉണ്ടായിരുന്നു. അത് പക്ഷേ അത്തരത്തിലുള്ളൊരു മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോയിട്ടും ആ രീതിയിലുള്ള തുമ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. നിലവിൽ ഈ ഒരു അന്വേഷണം ഇപ്പോഴും വഴിമുട്ടിയ സാഹചര്യത്തിൽ തന്നെയാണ്. കാരണം 5 വർഷങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചു വരും, അല്ലെങ്കിൽ അപകടം നടന്നുവെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽ കൊല്ലപ്പെട്ടു എങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം കണ്ടെത്തേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അവസാന പ്രതീക്ഷയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ശത്രുക്കളുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരുവിധ വിവരവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് അത് ക്രൈംബ്രാഞ്ചും പിന്തുടർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചും പോലീസും നിൽക്കുന്നത് കേട്ടോ. തീർച്ചയായും ഈ ഒരു സ്കൂട്ടർ പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ് വെല്ലുവിളിയായിട്ടുള്ളത്. ആ സമയം ഈ മോഹനൻ ഫോണോ മറ്റോ ഉപയോഗിച്ചിരുന്നില്ലേ? ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അന്ന് നടത്തിയിരുന്നോ? മാത്രമല്ല, ഇനി ഈ കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? കാരണം ഈ വ്യാപകമായി മോഹനന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ആറ്റിൽ തിരച്ചിൽ നടത്തി, സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുണ്ട്. ഇതൊന്നും നടത്തിയിട്ടും യാതൊരു വിവരവും ലഭിക്കുന്നില്ല. ഇനി ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള സാധ്യത എന്താണ്? ടോമ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഒരു മുന്നോട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ഈ കുഴിച്ചിട്ട്, അതായത് ഇദ്ദേഹമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സ്കൂട്ടറാണ്. പക്ഷേ ഇയാൾ കാണാതായ സ്ഥലത്തിന് സമീപത്ത് വെച്ചാണ് അവിടെ ഉള്ള ആറ്റിൽ നിന്നാണ് ഈ സ്കൂട്ടർ കണ്ടെത്തിയത്. ഈ സ്കൂട്ടർ അവിടെ സാധാരണ ഇതിൽ ആറ്റിൽ വീണ് കിടക്കുകയല്ല, ആറ്റിൽ കുഴിച്ചിട്ട രീതിയിലായിരുന്നു സ്കൂട്ടർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ സ്കൂട്ടറുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താനാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. കാരണം അല്ലാതെ വേറെ തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് തുടക്കത്തിൽ തന്നെ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. 500ഓളം ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. അതിലൊന്നും തന്നെ കൃത്യമായ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫോണും പരിശോധിച്ചതിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഫോൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഴയ മോഡൽ ഫോണാണ്. അത് അവസാനമായി ലൊക്കേഷൻ കാണിക്കുന്നതും ഈ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് ആ സമയത്തും കാണിച്ചിരുന്നത്. പിന്നീട് ആ ഫോൺ ഓൺ ആയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിമ്മുമായി ബന്ധപ്പെട്ട തുടർച്ചയായ നിരീക്ഷണങ്ങൾ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സൈബർ പോലീസും തുടരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ സമാന്തരമായി ഈ ഒരു പുതുതായി ലഭിച്ച ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതെങ്ങനെ അവിടെ എത്തി, ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ അതുമായി കൂടുതൽ അന്വേഷണം നടത്തുക, അതുമായി ബന്ധപ്പെടുത്തി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പക്ഷേ അപ്പോഴും കുടുംബം ഇപ്പോഴും വളരെ വലിയ ദുഃഖത്തിലാണ്. കാരണം 5 വർഷമായി ഒരു കുടുംബാംഗത്തെ കാണാതാവുക, യാതൊരുവിധ തുമ്പും ലഭിക്കുന്നില്ല, മരണപ്പെട്ടോ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും അവർക്കൊരു വ്യക്തതയില്ല. പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിട്ട് പോലും കുടുംബം ഇപ്പോഴും ഒരു യാതൊരുവിധ പ്രതീക്ഷയും അറ്റ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ക്രൈംബ്രാഞ്ചിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അന്വേഷണത്തിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മോഹനൻ തിരോധാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആറ്റിൽ തിരച്ചിൽ നടത്തിയത്. സ്കൂട്ടർ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. പക്ഷേ യാതൊരു സൂചനയും മോഹനനെ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണത്തിൽ ഇതുവരെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞ് മരിച്ചതിൽ വ്യാപക പ്രതിഷേധം. വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞ്. കേരളത്തിലെ ഓരോ വീട്ടിലും ഇന്ന് കേൾക്കാവുന്ന ഒന്നായി ചുമ മാറിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കാലാവസ്ഥ മാറുമ്പോൾ കണ്ടുവരാറുള്ള ഒരു ചെറിയ അസ്വസ്ഥത എന്നതിനേക്കാൾ ആഴ്ചകളോളം വിട്ടുമാറാതെ നിൽക്കുന്ന വരണ്ട ചുമ വലിയൊരു വിഭാഗം ജനങ്ങളെയും വലച്ചുകൊണ്ടിരിക്കുകയാണ്.
ആശുപത്രികളുടെ OP വിഭാഗങ്ങളിൽ എത്തുന്നവരിൽ പകുതിയിലധികം പേരും സമാനമായ ലക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നത് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം നേരിടുന്ന ഗൗരവകരമായ ഒരു സാഹചര്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. വെറുമൊരു ചുമയല്ലേ എന്ന് കരുതി അവഗണിക്കുന്നവർ ചെന്നെത്തുന്നത് ന്യൂമോണിയ പോലെയുള്ള സങ്കീർണമായ അവസ്ഥകളിലേക്കാണെന്ന മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. കേവലം ഒരു പ്രാദേശികമായ ആരോഗ്യ പ്രശ്നം എന്നതിനേക്കാൾ മാറുന്ന വൈറസ് വകഭേദങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം പിറ്റേ കുഞ്ഞിനെ കൊന്നിട്ട് കൊല്ല് ഞങ്ങളെ കൊല്ല് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് കുടുംബം. ആശുപത്രിയിലെത്തിയ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം കുടുംബവുമായി ചർച്ച നടത്തി. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരടക്കം RDOയെ ഉപരോധിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതിനിടെ ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. ബന്ധുക്കളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. ഹസ്ബൻഡിനെ കൊണ്ടുപോകണം. കാര്യം പറയുമ്പോൾ നാളെ ഇതേപോലെ ഒരു നടക്കില്ല, പ്രാർത്ഥന പോലെ. എന്റെ കുട്ടി തന്നെ പോയി, പക്ഷെ നാളെ ഇതേപോലെ ഒരു ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ചാനലുകാർ ചോദിക്കൊണ്ട് പറയണില്ല. പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ മുറിയിലെത്തിയാണോ പണം നൽകിയത്? മുറിയിൽ തന്നെ കൊടുത്തത്. അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. 2 പ്രാവശ്യം റൂമിൽ പോയിട്ടില്ല. പിന്നോടല്ല ഇവിടെ ആശുപത്രിയിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. ഡോക്ടർ ആവശ്യപ്പെട്ടത് ഞാൻ 5000 രൂപ എടുത്തിട്ടുണ്ട്. മുറിയിൽ ആവശ്യപ്പെട്ടിട്ടാണ് കൊടുത്തത്. എന്നിട്ടുണ്ടല്ലോ ഇവിടെ കിടന്നതിന് ശേഷം ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ. ഇപ്പം പ്രസവം നടക്കും. 12 മണിന്ന് പറഞ്ഞവരാണ് പറഞ്ഞോണ്ടല്ലേ. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസിൽ ഓടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. എന്നിട്ട് കയറിപ്പോയി പറയാണ്, മോനെ ഞാനല്ല പ്രസവം എടുത്തത്, ഞാനല്ല മോനെ പ്രസവം എടുത്തത്. അപ്പം ചത്ത കൊച്ചിനെ കണ്ട അറിഞ്ഞുകൂടി. ഞാൻ പ്രായമില്ലാത്തന്നെ മണ്ടനായി. എന്നിട്ട് അപ്പം ആ കൂടെ നിന്ന് ഡോക്ടർമാരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഈ പ്രസവം എടുത്ത കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പറയണത്, അവർ തന്നെയാണ് എടുത്തത്. ആ കൂടെ നിൽക്കണവരാ, കൂടെ വർക്ക് ചെയ്യണവരെ ചതിക്കണവരാണ്. അപ്പം പിന്നെ എന്നെ ഭാര്യയും ചതിച്ചിട്ടില്ല. മരിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ഡോക്ടർക്കെതിരെ ഉണ്ട്. ഡോക്ടർ പണം വാങ്ങിയിരുന്നു എന്ന ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു നെടുമങ്ങാട് നിന്ന്. സാരംഗ്, വലിയ പ്രതിഷേധമാണ് ഇന്നലെ മുതൽ അരങ്ങേറുന്നത്. അതായത് ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുണ്ട്. ഡോക്ടർക്കെതിരെ നടപടി വേണം, ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അതിനിടെ ഡോക്ടറെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പ്രതിഷേധം നിലനിൽക്കുകയാണോ? അതായത് പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഒരു ചികിത്സാ പിഴവിൻ്റെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. അതായത് തുടർച്ചയായി ഇവിടെ ചികിത്സാ പിഴവ്, ഒരേ ഡോക്ടർ തന്നെ പല ആരോപണ വിധേയരാകുന്നു എന്നടക്കമുള്ള രീതിയിൽ ആരോപണ വിധേയം. ഇപ്പോൾ കുഞ്ഞിനെ, അതായത് 36 വയസ്സുള്ള യുവതിയാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അതോടൊപ്പം കുഞ്ഞിൻ്റെ കുടുംബം ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ രാവിലെ 4:30 മണിക്ക് സിസറിയൻ 12 മണിക്ക് ശേഷം പ്രസവിച്ചില്ലെങ്കിൽ സിസറിയനാണെന്ന് പറഞ്ഞു.
കൂടെ വന്ന് ഒരു 11 മണിയായപ്പോഴും വെള്ളം പൊട്ടിപ്പോയി. പിന്നെ ഇവർ 2 മണി വരെ 2:20 വരെ ഇട്ട് കഷ്ടപ്പെടുത്തി, കൊച്ചിനെ കഷ്ടപ്പെടുത്തി ഇവിടെ ഇട്ടിട്ട് ഒരു 2:20 ആയപ്പോൾ ഉടന്ന് ആംബുലൻസ് വന്ന് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും തുണിയും കൊണ്ട് അവിടെ തുണിയെല്ലാം എടുത്ത് ഓടി ചെന്നപ്പോൾ തുണി ഇഞ്ഞ് തരിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ബ്ലഡ് കൊണ്ടുപോകാമെന്ന് വിളിച്ചു. അപ്പോഴേ എൻ്റെ മോൻ ഓടി അവിടെ ചെന്ന് ബ്ലഡൊക്കെ ഒരു സിസ്റ്ററും കൂടെ ഓടി ചെന്ന് അതിനെ കൊണ്ടുവന്ന്. എന്നിട്ട് പറഞ്ഞ് കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതെന്ത് കുഞ്ഞ് ഇവിടെ അവരിവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴേ കുഞ്ഞിനെ അനക്കാൻ വെച്ചാണ് കൊണ്ടുപോകണം. അതിനുള്ള സാധനം വച്ചാണ് കൊണ്ടുപോകണത്. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴാണ്ട അത് ഇവർ പറയും, ചെന്ന് കയറിയപ്പോഴും ഒരു കുഴപ്പവും ഇല്ലായിരുന്നാണ് പറയണത്. അവിടെ ചെന്നിട്ട് നടന്ന സംഭവമാണ്. എന്താണ് വിശദീകരണം? ഡോക്ടർ പറയണത്, ഡോക്ടർ പറഞ്ഞു കൊടിവള്ളി ചുറ്റി ഒരു പുളി, അതൊന്നും അല്ല സംഭവം. 35 വയസ്സായ ഒരു കുഞ്ഞ് ജനിച്ച ജീവിക്കൂല. ഇതൊക്കെയാണ് ഡോക്ടറെ വർത്തമാനം. ഇതൊന്നും ഒരു ന്യായമൊന്നുമല്ല. ഡോക്ടറെ കയ്യിലുള്ള കൈപ്പഴയാണ് ഈ വന്നത്. അത്രയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലം മാറ്റിയാലും ഇനി വേറെ അങ്ങോട്ട് ചെന്ന് ആരെങ്കിലും ഇതേപോലെ കൊല്ലേയില്ലേ? എൻ്റെ കുഞ്ഞ് മരിച്ചെങ്കിൽ ഇനിയുള്ളവർ മനുഷ്യർക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരരുത്. ഇവർ വീട്ടിൽ ചെന്നിരിക്കട്ടെ. വീടാണ് ഇവർക്ക് പറ്റിയത്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു നീതി വേണം. ഞങ്ങളെ കുഞ്ഞിനെ കൂടെ ഞങ്ങൾക്ക് എടുക്കണം. അതിനുള്ള ഒരു നീതി ഞങ്ങൾക്ക് വേണം. ഇവരെ പിന്നെ വിടണം. ഇവിടെന്നല്ല ഇവരിനി വേണ്ട. ഡോക്ടർ അതിന് ഇവർ അർഹയല്ല. എൻ്റെ പേര് നിർമ്മല. എൻ്റെ മകളുടെ പേര് രഞ്ജന കൃഷ്ണൻ്റെ അമ്മയാണ് ഞാൻ. 23-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആവാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ 9-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ട് കാണിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. എന്നിട്ട് 2 ദിവസത്തിനകത്ത് പ്രസവം എന്ന് പറയുന്നു. ഞാനും കൊണ്ട് ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് വന്ന നേഴ്സ് വിളിച്ചിട്ട് പറയുന്നു, പിന്നെ ലേബർ റൂമിലോട്ട് വരാൻ പറയുന്നു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നു. അവൾ വന്ന് ഞാൻ 4:30 വന്ന 4:45 ഞാൻ ലേബർ റൂമിൽ കയറിയപ്പോൾ പിന്നെ ട്രിപ്പിലാണ് നോവ് വരാനുള്ള ട്രിപ്പിലാണ് എന്ന് പറഞ്ഞു. ഇവർക്ക് ഒരു അസുഖവും ഇല്ല. 25-ാം തീയതി കഴിഞ്ഞിട്ടേ കറക്റ്റായിട്ട് ഈ നോവ് വരുവുള്ളായിരുന്നു. ഇവർ ഇട്ടിരിക്കണേ 27-ാം തീയതി ആകുമ്പോഴേ പൂർണ്ണമാവുള്ളൂ, 9 പൂർണ്ണമാവുള്ളൂ. അപ്പം ഞാനൊരു പെറ്റ അമ്മയാണ്. 2 മക്കൾ എനിക്കുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് 9 മണിയാകുമ്പോൾ 11 മണി വരെ അമ്മ നോക്കിയിട്ട് പ്രസവം അല്ലെങ്കിൽ നമുക്ക് 12 മണിക്ക് അകത്ത് ഡെലിവറി സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 12 മണിയും കഴിഞ്ഞ് 1 മണിയും കഴിഞ്ഞ് 2 മണിയും കഴിഞ്ഞ് ഇവളുടെ നിലവിളി അല്ലാതെ വേറെന്നെങ്കിലും നമുക്ക് നിൽക്കാൻ. അപ്പോൾ ഈ 4 മണി തൊട്ട് ഈ 2 മണി വരെ ലേബർ റൂമിൽ ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യണം. അവിടെ ഇരിക്കാൻ സ്റ്റൂളോ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യണം. എല്ലാവരും അമ്മമാരും മൊത്തം നിൽക്കുകയാണ് ചെയ്യണം. അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് വേഗം ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു സിസേറിയൻ ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ മരുമാൻ്റെ പറഞ്ഞ് ആംബുലൻസ് വിളിക്കുന്നു. നടയിൽ ആംബുലൻസ് വന്ന് ഞാൻ കൂടെ കയറി വന്ന് എൻ്റെ മോളെ ലേബർ റൂമിൽ കയറ്റി ഞാൻ ചെന്ന് കസറിൽ ഇരിക്കുന്ന മുമ്പേ അവർ തുണിക്ക് ചോദിക്കുന്നു. 7 മിനിറ്റിനകത്ത് അവർ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അറിയുന്നത് അവർക്ക് പൈസ നമ്മളെ റൂമിൽ ചെന്ന് പൈസ കൊടുത്തില്ല. അതും 3, 2, 1000 ഒന്നും വാങ്ങില്ല. 5000 രൂപ തന്നെ അവർക്ക് കൊടുക്കണമെന്നാണ്. 5000 രൂപയ്ക്ക് ഈ ഒരു ഡോക്ടർ പിന്നെ ഒരു കൊച്ചിന് ഒരു ജീവൻ്റെ വില ഉള്ളൂ എന്നാണ് എനിക്കറിയേണ്ടത്. ഇങ്ങനെ തന്നെ ഇത് വേറെയും കൊച്ചുങ്ങളെയൊക്കെ കൊന്നിട്ടുണ്ട് ഇവർ. അവരെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട് കേസുണ്ട്. ഇവരെ പേരിന് കേസ് കൊടുത്ത് നടപടിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇവരെ എന്തിനും ഇവിടെ തുടരുന്നു. സൂപ്രണ്ട് ഒന്നും പറയുന്നില്ല. അവർക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല സൂപ്രണ്ട് പറയണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്തിന് പിന്നെ ഇവർ സൂപ്രണ്ട് എന്ന് പറഞ്ഞ് കസേരയിൽ ഇരിക്കുന്ന എന്തിന് എന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്കതാ ഒരു 2 ദിവസം കറക്റ്റായി കൊച്ചു മോർച്ചറിൽ ഇരുന്നിട്ട് ഇവരൊന്നും പറയാതിരുന്ന ഈ കൊച്ചു അവിടെ ഇരിക്കും, ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് താലൂക്ക് ആശുപത്രി പറഞ്ഞ് ഇവിടെ വന്ന ഇനി ഇത് തന്നെ ഉണ്ട്. ഇവരെ ഈ സർവീസിൽ ഇരിക്കുക ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത് STS ആക്ട് അനുസരിച്ച് ഇവരെ പേരിൽ നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ ഡെലിവറിക്ക് അവരെ റൂമിൽ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഏതാണ്ട് ആളുകൾ സംസാരിച്ച് വരുന്ന രീതി ഇതാണ് രീതിയാണ്. അത് 3000 മാറ്റം കൊടുത്ത് വാങ്ങില്ല, 5000 തന്നെ കൊടുക്കണമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഈ 4 ആളുകൾ പറയുന്ന രീതി അതാണ്. അപ്പം നമ്മൾ കണ്ടിട്ടില്ല. അതായിരിക്കും.
അത്തരത്തിലാണ് ടോം ഈ ഒരു വിഷയത്തിൽ ഗുരുതരമായ ആരോപണമാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം പണം വാങ്ങിയിരിക്കുന്നു. നേരത്തെ ഭർത്താവിൻ്റെ വാക്കിൽ തന്നെ വ്യക്തമായിരുന്നു 2 തവണയായി സ്വകാര്യ പ്രാക്ടീസിനിടെ 5000 രൂപ വെച്ച് 2 തവണയായി 10000 രൂപ നൽകിയിരുന്നെന്ന് ഭർത്താവ് പ്രതികരിച്ചിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡെലിവറി റൂമിൽ, അതായത് ലേബർ റൂമിലേക്ക് എത്തിച്ചപ്പോൾ അവിടുന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു. നേരിട്ടല്ലെങ്കിൽ പോലും പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുട്ടി നഷ്ടപ്പെട്ട യുവതിയുടെ അമ്മ പ്രതികരിച്ചത്. ഇതിൽ അതായത് തുടർച്ചയായി പല തവണയായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരാഴ്ച മുൻപ് ഉണ്ടായ ഒരു വിഷയത്തിൽ ഈ ഡോക്ടറുടെ ചികിത്സാ പിഴവിന്റെ ഭാഗമായി ഒരു യുവതിക്ക് കൂടുതൽ അതാണ് സാരംഗ്, ഇതിനു മുൻപും ഇതേ ഡോക്ടർക്കെതിരെ, ഡോക്ടർ ബിന്ദുവിനെതിരെ സമാനമായ രീതിയിലുള്ള നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. ചികിത്സാ പിഴവ്, സാമ്പത്തിക ആരോപണം അടക്കം. ഇവിടെ ഈ കുഞ്ഞിൻ്റെ പിതാവും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. 5000 രൂപ തങ്ങളുടെ പക്കൽ നിന്നും ഈ ഡോക്ടർ വാങ്ങിയെന്ന്. അങ്ങനെ ഒരാരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണ വിധേയമായിട്ടെങ്കിലും സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? സ്ഥലം മാറ്റി ഈ വിഷയത്തിൽ നിന്നും ഈ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള നീക്കമല്ലേ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു ആരോഗ്യവകുപ്പിന്റെ തടിതപ്പൽ നയമായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളടക്കം ഇതിനെ വിമർശിക്കുന്നത്. കാരണം ഇവർക്കെതിരെ കൃത്യമായൊരു നിലപാടെടുക്കാൻ ആരോഗ്യവകുപ്പിനായിക്കോട്ടെ ഇവിടുത്തെ സൂപ്രണ്ടിനായിക്കോട്ടെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അപൂർവങ്ങളായി നടക്കുന്ന ഒരു ചികിത്സാ പിഴവോ അത്തരത്തിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ട സംഭവമല്ല. തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിലെല്ലാം പരാതിയുണ്ട്, അന്വേഷണം നിലനിൽക്കുന്നു. അപ്പോഴും പിന്നീടുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ പോലും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മുതിരാതെ അതിന് പകരം സ്ഥലം മാറ്റൽ നടപടിയിലേക്ക് ഒതുക്കുന്നു എന്നാണ് കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെ അടക്കം ആരോപണം. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. കാരണം മറ്റൊരു ആശുപത്രിയിലേക്ക് പോയാലും ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഇങ്ങനെ ചികിത്സാ പിഴവിന് ആരോപണ വിധേയമായിരിക്കുന്ന ഡോക്ടർ ആയിക്കോട്ടെ, അവർ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമെന്ന രീതിയിലേക്കാണ് കുടുംബത്തിൻ്റെ ആരോപണം. മാത്രമല്ല ഇവർ കൂടുതൽ, അതായത് പണം കൂടുതൽ ആവശ്യപ്പെടുന്നു. ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അവർ 2 തവണ സ്വകാര്യ പ്രാക്ടീസിനിടെ പണം വാങ്ങി എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ലേബർ റൂമിൽ നിന്നും പണം വാങ്ങുന്ന ഒരു ശീലമുള്ള ഒരു ഡോക്ടറാണ്. അതിലടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അപ്പോഴും ആരോഗ്യ വകുപ്പിന് ഇതിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അതിലാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. സാരംഗ്, നിലവില് കുടുംബത്തിന്റെയും രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാട് എന്താണ്? ഈ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി, അറസ്റ്റിലേക്ക് അടക്കം പോയില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണോ അവർ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ തന്നെയുള്ള മോർച്ചറിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു, കൃത്യമായി പറയുകയാണെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മൃതദേഹം ഈ ഒരു പോസ്റ്റ്മോർട്ടം, അതായത് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബവും ഈ കുട്ടിയും ഇവിടെ തന്നെ തുടരുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോലും കുടുംബം തയ്യാറായിട്ടില്ല, അവർ അതിന് സമ്മതം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട്, അതായത് ഈ ഒരു സൂപ്രണ്ടിൻ്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുക, ഇതിലൊരു കടുത്ത തീരുമാനം അല്ലെങ്കിൽ കർശനമായ ഒരു നടപടി എടുക്കുന്നത് വരെ ഈ ഒരു പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. പ്രധാനമായുമുള്ള ആവശ്യം സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം. ഈ ഒരു സംഭവം നടന്ന സമയത്തടക്കം നാട്ടുകാരും ഈ കുടുംബക്കാരും അടക്കം ഇടപെട്ടിട്ടായിരുന്നു ഡോക്ടറെ തടഞ്ഞു വെക്കുക അടക്കം ചെയ്തിരുന്നു. എന്നിട്ടും ഈ ഒരു സംഭവത്തിൽ കൃത്യമായി നിലപാടെടുക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും DYFI അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവിടത്തേക്ക് പ്രകടനവും പ്രതിഷേധവും നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സ്ഥലം മാറ്റത്തിൽ ഒതുക്കാതെ കർശന നടപടി എടുത്താൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികളുമായി സഹകരിക്കുള്ളൂ. എന്നാൽ മാത്രമേ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ അനുവാദം നൽകുകയുള്ളൂ എന്നാണ് കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ഉച്ചയോടുകൂടി RDOയും ഒപ്പം തന്നെ DMOയും ഒപ്പം ചേർന്നിട്ടുള്ള സൂപ്രണ്ടിനൊപ്പമുള്ള ചർച്ച നടന്നിരുന്നു. പക്ഷേ അതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്തായാലും ഇനി കൂടുതൽ ചർച്ചകൾക്കും സാധ്യതയുണ്ട്. കാരണം കുടുംബം ഇവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നോക്കിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധവുമായി കുടുംബവും നാട്ടുകാരും രംഗത്തെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്ന് ED മുൻപാകെ നടൻ ജയറാമിന്റെ മൊഴി. പോറ്റിയുടെ അനധികൃത ഇടപാടുകൾ അറിയില്ലായിരുന്നുവെന്നും വീട്ടിൽ പൂജ നടത്തിയവർക്ക് ചെറിയ തുക ദക്ഷിണ മാത്രമാണ് നൽകിയതെന്നും ജയറാം മൊഴി നൽകി. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ജയറാമിനെ വിളിപ്പിക്കാനാണ് ED തീരുമാനം. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ജയറാമിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ജയറാമിന് ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു പങ്കുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി
യാതൊരു ഇടപാടും ഇല്ല എന്ന് തന്നെയാണോ ED യുടെ നിഗമനം? ടോം, ED ജയറാമിൻ്റെ മൊഴികൾ പരിശോധിക്കും. താരതമ്യേന മറ്റുള്ളവരെ ചോദ്യം ചെയ്യലിൽ നിന്നും കുറച്ച് സമയമേ ജയറാമിനെ ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്നത് നമുക്കറിയാം. ജയറാമിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്നതാണ് ജയറാം തന്നെ പറഞ്ഞത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെ വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു ED ജയറാമിനെ ചോദ്യം ചെയ്തതും. ഏതായാലും ജയറാമിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, പ്രധാനമായും ജയറാം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്, ഈ പോറ്റിയെ തനിക്ക് പരിചയമുള്ളത് ശബരിമലയിൽ വെച്ചാണ് പരിചയമുള്ളത്. മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ തനിക്ക് അദ്ദേഹവുമായിട്ടില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രയവിക്രയങ്ങളോ ഒന്നും തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തനിക്കില്ല. തനിക്ക് ഉള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് തൻ്റെ വീട്ടിൽ വന്ന് പൂജ നടത്തി എന്നത് മാത്രമാണ്. ആ പൂജ നടത്തിയതിന് താൻ ദക്ഷിണ നൽകുന്നു. അതൊരു ചെറിയ തുകയാണ്. ദക്ഷിണ നൽകുകയും ചെയ്തത്. മറ്റ് സാമ്പത്തിക സഹായങ്ങൾ താൻ നൽകുകയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താൻ നടത്തിയിട്ടോ ഇല്ല എന്നാണ് ജയറാം പറഞ്ഞിരിക്കുന്നത്. തനിക്കറിയില്ലായിരുന്നു ഇത്രമാത്രം ഈ ദുരൂഹതകളും കാര്യങ്ങളുമുള്ള ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് സംബന്ധിച്ച് തനിക്കറിയില്ലായിരുന്നു. ഇയാളുടെ ഒരു തട്ടിപ്പുകൾ സംബന്ധിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് തനിക്ക് കൂടുതൽ വിവരങ്ങളും വ്യക്തതയും ലഭിക്കുന്നത്. മറ്റൊരിടപാടും തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്ന് തന്നെയാണ് ജയറാമിൻ്റെ മൊഴി. ഏതായാലും ജയറാമിൻ്റെ മൊഴി ED വിശകലനം ചെയ്യും, ED പരിശോധിക്കും. കാരണം മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് ED പരിശോധിക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും. അത് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി ED വിശ്വാസത്തിലെടുക്കുന്നു. കൂടുതൽ ഏതായാലും ആ മൊഴി സംബന്ധിയായ കാര്യങ്ങൾ പരിശോധന നടത്തുകയും ചെയ്യുന്നു. മറ്റൊന്നും തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തനിക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ്, ഈ രീതിയിൽ ശബരിമലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു തട്ടിപ്പുകൾ നടത്തുന്നൊരു വ്യക്തിയാണ് എന്നൊന്നും ആരും തന്നോട് പറഞ്ഞിട്ടില്ല. തനിക്ക് അങ്ങനെ ഒരു പരിചയമോ ബന്ധമോ അല്ല ഇയാളുമായിട്ടുള്ളത്. ശബരിമലയിൽ വെച്ചാണ് തനിക്ക് പരിചയമുണ്ടായത്. ജയറാമിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചതാകാം. പക്ഷെ എവിടെയാണ് ജയറാമിന് ഒരു ജാഗ്രതക്കുറവോ മറ്റും ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഒരുപക്ഷെ ഇനി അറിയേണ്ടത്. ഡാനി, ജയറാമിനെ ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം ED യുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോമി, കേസിൽ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ജയശ്രീ അടക്കമുള്ള അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആളുകളെ, ഈ കേസിലെ പ്രതികളായിട്ടുള്ളവരെ, കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാവരെയും ED ചോദ്യം ചെയ്തിപ്പോൾ ചോദ്യം ചെയ്യുക, അവരെ വിട്ടയക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഇവരുടെ മൊഴികളെല്ലാം പരിശോധിച്ച ശേഷമാണ് കുറ്റകരമായ രീതിയിലുള്ള ഇടപെടലുകൾ കണ്ടെത്തിയവരുടെ അറസ്റ്റ് പിന്നീട് ഒരു വട്ടം കൂടി വിളിപ്പിച്ചതിന് ശേഷമാണ് രേഖപ്പെടുത്താനൊരു സാധ്യതയുള്ളത്. ആദ്യവട്ടം ED ഓഫീസിലേക്ക് എത്തുന്നവരിൽ നിന്ന് വിശദമായ രീതിയിലുള്ള മൊഴിയെടുക്കും. ആ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ, ആ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുള്ളതായിട്ട് EDക്ക് തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. കള്ളപ്പണം അടക്കമുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലാണ് ED ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം EDക്ക് നൽകിയ മൊഴിക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടാം വട്ടം വരുന്നവരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് EDയുടെ ഒരു നീക്കങ്ങളെല്ലാം ആ രീതിയിൽ ഉള്ളത് തന്നെയാണ്. ജയറാമിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ജയറാം നൽകിയിരിക്കുന്ന മൊഴി ED വിശ്വാസത്തിലെടുക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ജയറാമിന് ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത കുറവ് ജയറാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജയറാമും പറഞ്ഞിരിക്കുന്നൊരു കാര്യവും അത് തന്നെയാണ്. കാരണം ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം ശബരിമല അയ്യപ്പൻ്റെ ഒരു ഭക്തനാണ് താനും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചില്ല. അദ്ദേഹവും ആ രീതിയിൽ അയ്യപ്പൻ്റെ ഭക്തനായിട്ട് തന്നെ അറിയപ്പെടുകയും പറയുകയും ചെയ്യുന്ന ഒരാൾ പറയുന്നു പൂജ നടത്താൻ വീട്ടിൽ എത്തുമെന്നെല്ലാം പറയുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി താൻ സ്വീകരിക്കുകയായിരുന്നു. അതിനൊരു ചെറിയ ദക്ഷിണ നൽകുകയും എല്ലാം തന്നെ മാത്രമാണ് താൻ ചെയ്തത്. മറ്റൊരു ഇടപാടും താനില്ല. അപ്പോൾ ഈ ജയറാമിന്
ജോമിനെ പോലുള്ളവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിം എല്ലാം തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ ഒരു ഇഡിയുടെ അന്വേഷണത്തിൽ മാത്രമായിരിക്കും വ്യക്തമാകുക. യെസ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടളപ്പാളി ദ്വാരപാല കേസുകളിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയതോടെ തന്ത്രിക്ക് പുറത്തിറങ്ങാനാകും. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായില്ലെന്ന കോടതി പരാമർശം SITക്ക് തിരിച്ചടിയാണ്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, മറ്റ് പ്രതികൾക്ക്, അതായത് ഇതുവരെ ഈ കേസിൽ 4-5 പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ സ്വാഭാവിക ജാമ്യമായിരുന്നു. അതായത് ഈ 2 കേസുകളിലും 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത്. പക്ഷേ ഈ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? ഈ കുറ്റപത്രം വൈകിയത് മൂലമാണോ, അതോ ഈ കേസിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമില്ലെന്ന് തെളിയിക്കാനാകാത്തതാണോ SITക്ക് തിരിച്ചടിയായത്? ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി 90 ദിവസത്തിനകം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ആളാണ് തന്ത്രി. ആദ്യം നമുക്കറിയാം പുറത്തിറങ്ങിയ ആൾ ശ്രീകുമാർ ആയിരുന്നു. മറ്റ് 4 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യമാണ് ലഭ്യമായത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകളുടെ അഭാവത്തിലത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് 4 പ്രതികൾക്ക് ജാമ്യം ലഭ്യമായത്. സ്വാഭാവിക ജാമ്യമാണ് ലഭ്യമായത്. ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ശ്രീകുമാറിന് ജാമ്യം ലഭ്യമായത്. അതുപോലെ തന്നെ തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം ലഭ്യമായിട്ടുണ്ട്. അത് 2 കേസിലാണ്. ദ്വാരപാലക ശില്പ കേസിലും കട്ടളപ്പാളി കേസിലും 2 കേസിലും തന്ത്രി പ്രതിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും SIT കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ കോടതി നിരീക്ഷിക്കുകയും തന്ത്രിക്ക് ജാമ്യം ലഭ്യമാവുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഈ തന്ത്രിക്ക് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും ഇത് SITക്ക് വലിയ ഒരു തിരിച്ചടിയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, തന്ത്രിയുടെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത നിർണായക രേഖകൾ, തന്ത്രിയുടെ ഭാര്യയ്ക്കും തന്ത്രിക്കുമായിട്ടുള്ള കണക്കിൽപ്പെടാത്ത സ്വത്തുവകകൾ, അതുപോലെ ബന്ധുക്കളുടെ സ്വത്തുവകകൾ, ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഈ ജാമ്യത്തിന് തടസ്സം നിന്നില്ല എന്നുള്ളതാണ് ടോം. കോടതിയിൽ, അതായത് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ബന്ധം. അല്ലാതെ ഈ SIT കേസ് ചാർജ് ചെയ്ത തലത്തിൽ മറ്റ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊന്നും തന്നെ ബന്ധമില്ല. അതുകൊണ്ട് ഗൂഢാലോചനയോ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലൊന്നും തന്നെ തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല. ജാമ്യം ലഭ്യമാകണം എന്ന് തന്നെയാണ് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇത് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭ്യമായാൽ ഈ കേസിനെ പൂർണ്ണമായും ബാധിക്കും. ഈ കേസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്കുള്ള ബന്ധം, ഗൂഢാലോചന ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, അത്തരത്തിലുള്ള വലിയ രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയെങ്കിൽ പോലും ഇതൊന്നും തന്നെ കോടതിയിൽ നിന്നില്ല എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഇതിന്റെ വാദങ്ങൾ പൂർത്തിയായിരുന്നു. കോടതി അങ്ങനെയെങ്കിൽ വിനീഷ്, ഈ തന്ത്രിയും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടാകാം, പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കില്ല. അതിന്റെ വിഹിതം, ഈ തട്ടിപ്പിന്റെ വിഹിതമൊന്നും തന്ത്രിക്ക് കിട്ടിയിട്ടില്ല എന്നാണോ കോടതിയുടെ നിരീക്ഷണം? അഭിഭാഷകൻ, അതായത് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ തന്ത്രിക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് വാദിച്ചത്. ഇതിൽ ഈ ദേവനുമായിട്ടുള്ള ചില അനിഷ്ടയുമായി ബന്ധപ്പെട്ട് അനുജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നതാണ് കൂടുതലായി വാദിക്കാൻ സാധിച്ചത്. ഇതാണ് കോടതി നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ മറ്റു പ്രതികളിൽ മേൽ ചുമത്തിയ ചില വകുപ്പുകളും ഉണ്ട്, കുറ്റങ്ങളുണ്ട്. ഈ കുറ്റങ്ങളൊന്നും തന്നെ തന്ത്രിയുടെ മേൽ ചുമത്തരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇതെല്ലാം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായി 90 ദിവസത്തിനകത്ത് തന്നെ ഈ 2 കേസിലും, ഈ കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും
ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളാണ് ഇത്തരത്തിൽ ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് 6 പ്രതികളാണ്. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് തന്ത്രി കണ്ഠര് രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് തന്ത്രിക്ക് ബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് SITക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും 2 SP-മാർ കർണാടക SITയുമായി ബന്ധപ്പെട്ടു. വ്യവസായവുമായി ബന്ധപ്പെട്ട നഷ്ടമോ വ്യക്തിപരമായ സമ്മർദ്ദമോ ബാഹ്യ പ്രേരണയോ ആത്മഹത്യ കാരണമായൊന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അന്വേഷണ വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SITയുടെ നിലപാട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് കർണാടകയിൽ വെച്ചാണ് CJ റോയി ആത്മഹത്യ ചെയ്തത്. മറ്റന്വേഷണം കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് കേരള പോലീസ് കേസിൽ ഇടപെടുന്നത്? ടോം, എന്തായാലും SITയുടെ അന്വേഷണം കേരളത്തിൽ നേരത്തെ വ്യാപിപ്പിച്ചിരുന്നു. ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD അടക്കം ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ വ്യക്തത തേടിയായിരുന്നു SITയുടെ അന്വേഷണം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരള പോലീസും ഇതിന്റെ അന്വേഷണത്തിലേക്ക് ഒരു ഭാഗമാകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന് SITയെ സമീപിച്ചത്. പക്ഷേ SIT ഉദ്യോഗസ്ഥർ പറഞ്ഞത് റോയിയുടെ ആത്മഹത്യയിലെ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നൽകാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഒഫീഷ്യലായി ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണത്തിന്റെ രേഖകളോ അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോ പങ്കുവയ്ക്കണമെങ്കിൽ മാത്രം പങ്കുവയ്ക്കാം. അല്ലാതെ തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള 2 SP-മാരായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട SITയെ സമീപിച്ചത്. അവരോടായി SIT അത്തരത്തിലുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ CJ റോയിയുടെ ആത്മഹത്യയിലെ അന്വേഷണം അത് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CJ റോയി ആത്മഹത്യ ചെയ്തത് എന്നൊരു ഉത്തരം ഉടനെ തന്നെ SITയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമല്ല ഈ ഒരു മരണത്തിന് കാരണമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇനി കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണോ, അല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി നേരിട്ട പ്രതിസന്ധിയാണോ റോയിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും SITയുടെ ഉത്തരം അതിന് ഉടനെ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് കേരള പോലീസും ഇതിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കേരളത്തിലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം CJ റോയി മലയാളിയാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ നിരവധി ബിസിനസ് ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ മരണത്തിന് കാരണമാകുന്നതിൽ അതുമുണ്ടോ എന്ന്, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ടോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേരള പോലീസും ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. എന്തായാലും അങ്ങനെ കുടുംബമോ കോൺഫിഡന്റ് ഗ്രൂപ്പോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ, അതോ സ്വമേധയാ കേരള പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങൾ തേടിയതാണോ? ടോം, അതിൽ വ്യക്തത വന്നിട്ടില്ല. കുടുംബമോ അല്ലെങ്കിൽ കമ്പനിയോ കോൺഫിഡന്റ് ഗ്രൂപ്പോ ഇതിലൊരു കേരള പോലീസിന്റെ അന്വേഷണം വേണമെന്ന് ഇതുവരേക്കും പറഞ്ഞതായി കേട്ടിട്ടില്ല. കാരണം SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായും തൃപ്തരാണെന്ന് തന്നെയാണ് കുടുംബവും കോൺഫിഡന്റ് ഗ്രൂപ്പും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് സ്വമേധയാണോ ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ അന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം ഇനി SITയുടെ അന്വേഷണത്തിനൊടുവിൽ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്നൊരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും രംഗത്തിറങ്ങിയിരിക്കുന്നു. 2 SP-മാർ കർണാടക SITയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അന്വേഷണ വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SITയുടെ നിലപാട്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.